ശ്രീ എം.എ. നിഷാദ്, സന്ദീപ് സേനൻ, ജോസ് തോമസ് അടക്കമുള്ളവർ. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. അവിടെ വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊല നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി യുവാവ് രംഗത്ത് വരുന്നു. പെരുമല സ്വദേശി അഫാൻ എന്ന 23-കാരൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഈ വിവരം പങ്കുവച്ചത് എന്ന വളരെ ഗൗരവതരമായ ഒരു വിവരമുണ്ട്. ഡാൻ കുര്യൻ, എന്താണ് ഡാൻ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ക്രൂരമായ ഒരു വാർത്തയാണ്. വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 23-കാരനായ അഫ്നാൻ എന്ന യുവാവ് സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നതിനിടയിലാണ് താൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ ആരൊക്കെയാണെന്നോ ഇത് എപ്പോൾ സംഭവിച്ചതാണെന്നോ സംഭവിച്ചത് ആണ് എന്നതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പേരുമല സ്വദേശിയാണ് അഫാൻ. ഈ കൂട്ടക്കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന, കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു ക്രൂര കൂട്ടക്കൊലപാതകമായി വെഞ്ഞാറമൂട്ടിൽ 23-കാരനായ ഈ യുവാവ് നടത്തിയ കൊലപാതകം മാറാൻ തന്നെയാണ് സാധ്യത. ഇയാൾ തന്നെയാണ് സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് ഉദ്യോഗസ്ഥരോട് താൻ സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് മൊഴി നൽകിയത്. അതിനുശേഷമാണ് സഹോദരിയെ കൂടാതെ മറ്റ് 6 പേരെ കൂടി കൊന്നിട്ടുണ്ട് എന്ന് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വെഞ്ഞാറമൂട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലായിരിക്കും തുടർ നടപടികളൊക്കെ ഉണ്ടാകുക. വിവരങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ. ഇയാൾ ഈ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് ഇക്കാര്യം വെളിപ്പെടുത്തുകയായിരുന്നോ? ഇതിനെന്തെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമായ എന്തെങ്കിലും തെളിവുകൾ ഇയാൾ നിരത്തുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ് ഡാൻ? രഞ്ജിത്ത്, ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾക്കും വെട്ടേറ്റിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത്. കൂടുതൽ പേരെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പ്രതി പോലീസിന് ഈ കീഴടങ്ങിയതിന് തൊട്ട് പിന്നാലെ നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മരിച്ച സഹോദരിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അതേസമയം സ്റ്റേഷനിലെത്തിയ പ്രതി 6 പേരെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതിയുടെ മൊഴി ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കൂട്ടക്കൊലപാതകമാണ് വെഞ്ഞാറമൂട്ടിൽ നടന്നിരിക്കുന്നത് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അതാണ് വിവരം. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പെൺസുഹൃത്തിനെയും സഹോദരനെയും മറ്റ് 4 പേരെയും കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഈ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പെരുമല സ്വദേശി അഫാൻ എന്നയാളാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി ഈ വിവരം കൈമാറിയത്. പ്രതിയുടെ അമ്മയ്ക്കും വെട്ടേറ്റു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അവർക്കും ഗുരുതരമായ. ശ്രീ DK മുരളി MLA ടെലിഫോൺ ലൈനുണ്ട്. സർ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ താങ്കൾക്ക് ലഭ്യമാണോ? അതെ, ഞാൻ എന്റെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത് ഈ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ട പാങ്ങോട് പഞ്ചായത്തിലെ പാങ്ങോട് കൊച്ചുപള്ളിക്ക് സമീപമുള്ള മരണമാണ്. അവിടെ ഒരു വയസ്സായ സ്ത്രീയാണ്. അവര് മരണപ്പെട്ട് വീട്ടിൽ കിടക്കുന്നതായിട്ട് അറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അപ്പോ തല പൊട്ടി തറയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവരവിടെ. ഈ പ്രതിയുടെ വാപ്പുമ്മയെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. അപ്പോ കൊലപാതകമാണോ ഇല്ലയോ എന്നുള്ള നിഗമനത്തിൽ എത്താൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴാണ്, പേരുമലയ്ക്ക് വരുമ്പോഴാണ്, പേരുമലയിൽ ഇങ്ങനെ 3 പേര്, ഇയാളുടെ ഉമ്മയെയും അനുജനെയും മറ്റൊരു പെൺകുട്ടിയും. ആ പെൺകുട്ടി ആരാണെന്ന് പരിസരവാസികൾക്കൊന്നും അറിയില്ല. ഇയാളോടൊപ്പം വെഞ്ഞാറമൂടിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചിലർ കണ്ടിട്ടുണ്ട് എന്ന വാർത്ത കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിൽ 2 പേര് മരണപ്പെട്ടു. ഒരാളുടെ നില ഗുരുതരാവസ്ഥയിൽ, ഉമ്മയുടെ നില ഗുരുതരാവസ്ഥയിൽ. ഇതാണ് മനസ്സിലാക്കുന്നത്. ഇയാള് പോലീസിൽ സറണ്ടർ ചെയ്തു, വെഞ്ഞാറമൂട് പോലീസിൽ. ശരി. അയാളുടെ മൊഴിയിൽ നിന്ന് ഈ കൂനമേങ്ങ SN പുരത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു എക്സ് മിലിറ്ററിക്കാരനെയും വൈഫിനെയും കൊലപ്പെടുത്തി എന്നും മനസ്സിലായി. അവര് മരണപ്പെട്ടു എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ. ഞാൻ അവിടെ എത്തിയിട്ടില്ല. എന്നിട്ട് ഇയാൾ പോലീസിൽ സറണ്ടർ ചെയ്തു. ഇയാൾ വിഷം കഴിച്ചു എന്നാണ് പോലീസിൽ നിന്ന് കിട്ടിയ പ്രാഥമിക വിവരം. ഇയാളെ ഹോസ്പിറ്റലൈസ് ചെയ്തെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശരി, ഇതാണ് ഏറ്റവും പുതിയ വിവരം. വാർഡ് മെമ്പർ ശ്രീ ദിലീപ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ദിലീപ്, താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ? ഇതിനകത്ത് ഈ അറിഞ്ഞ ഡീറ്റെയിൽ കേട്ട ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് സുഖമല്ല തന്നെ ഞാൻ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ മറ്റു വിവരങ്ങൾ അന്വേഷിച്ച സ്ഥിതിക്ക് ഇങ്ങനെ ഒരു